ശ്രീ പത്മനാഭൻ കേൾക്കാമല്ലോ? ശ്രീ പത്മനാഭൻ, ED റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതൊരു ഹൈവേ കവർച്ച, അതായത് എവിടെ നിന്ന് വന്നിരിക്കുന്നു ഈ ഹവാല പണം, ഈ കുഴൽപ്പണം എന്നതിൽ അന്വേഷണമില്ല. ഇതിൽ ധർമ്മരാജന്റെ മൊഴിയിലേക്ക് അന്വേഷണം പോയിട്ടില്ല. ബിസിനസ് ആവശ്യങ്ങൾ എന്ന മൊഴി മാറ്റി പറഞ്ഞത് മാത്രം, അതായത് പോലീസിന്റെ കൃത്യമായ റിപ്പോർട്ടിൽ ഇവിടുത്തെ BJP പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പ്രതിക്കൂട്ടിലാക്കുന്ന വിവരങ്ങളാണ് നൽകിയിരുന്നത്. അതിലേക്കൊന്നും അന്വേഷണം പോകാതെ ഒരു ഹൈവേ കവർച്ച അന്വേഷിച്ച് ED റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇതാണ് BJP-യെക്കുറിച്ച് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ കുറിച്ച്, കേന്ദ്ര അന്വേഷണ ഏജൻസിയെക്കുറിച്ച് സ്ഥിരമായി പ്രതിപക്ഷം പറയുന്ന കാര്യം ഒന്നുകൂടി ശരിവെക്കുന്ന കാര്യമല്ലേ ഉണ്ടായിട്ടുള്ളത്? കാരണം ED എന്നത് നിങ്ങൾക്ക് പ്രതിപക്ഷ നേതാക്കളെ പിടികൂടാനുള്ള ഒരു ടൂൾ മാത്രമാണ് എന്ന്. ഇവിടെ അരുൺകുമാർ പറഞ്ഞതിൽ ഒരു വലിയ തെറ്റുണ്ട്. ധർമ്മരാജൻ പോലീസിന്, അതായത് ആദ്യം ഈ കേസ് അന്വേഷിച്ച ലോക്കൽ പോലീസ് ിരിക്കുന്നത് ധർമ്മരാജനെ ആദ്യമായി ലോക്കൽ പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് അദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. ആ മൊഴി കേരളത്തിലെ ചാനലുകളിലൊക്കെ വന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് എന്റെ പൈസയാണ്, ഞാൻ ബോംബെയിൽ നിന്നും ഒരാളിൽ നിന്നും വാങ്ങിയ പൈസയാണ്, അത് ഇവിടെ ബിസിനസ് ആവശ്യാർത്ഥം കൊണ്ടുവന്നതാണെന്നാണ് ലോക്കൽ പോലീസിന് ആദ്യം കൊടുത്ത മൊഴി. ആ മൊഴി അട്ടിമറിച്ചുകൊണ്ട് നമ്മുടെ ക്രൈംബ്രാഞ്ചിൽ CPM-കാരായ ചില അറിയപ്പെടുന്ന CPM ഫ്രാക്ഷൻ, കേരള പോലീസിലെ CPM ഫ്രാക്ഷനിൽപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരെ വെച്ച് കേസ് അന്വേഷിച്ചിട്ട് വ്യാജമൊഴി ഉണ്ടാക്കിയതാണ് BJP-യുടെ പേരിൽ. അതിനുശേഷമാണ് ധർമ്മരാജൻ ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ പൈസ എനിക്ക് വിട്ടുതരണമെന്ന് പെറ്റീഷൻ കൊടുത്തത്. ആ പെറ്റീഷൻ തള്ളാനുണ്ടായ കാരണം ഇത് തൊണ്ടി മുതലാണ്, കേസ് കഴിയുന്നതിന് മുമ്പ് വിട്ടുതരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് തള്ളിയത്. അപ്പോൾ ലോക്കൽ പോലീസിൽ ധർമ്മരാജൻ കൊടുത്ത ആദ്യത്തെ 161 സ്റ്റേറ്റ്മെന്റ്, 164 സ്റ്റേറ്റ്മെന്റ് FIR ധർമ്മരാജനല്ല കൊടുത്തിരിക്കുന്നത്. അത് ധർമ്മരാജൻ തന്ന പൈസയാണെന്ന് തന്നെയാണ് ഇൻഫോർമന്റ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ധർമ്മരാജൻ കൊടുത്ത മൊഴിയിൽ ഇത് എന്റെ പൈസയാണ്, ഞാൻ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഈ ക്രൈംബ്രാഞ്ചിന്റെ ഈ മാർക്സിസ്റ്റുകാരായ ഉദ്യോഗസ്ഥന്മാർ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അങ്ങോര് കേരള ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റ് കോടതിയിൽ പെറ്റീഷൻ കൊടുത്തു, എന്റെ പൈസ മുതലാണ്, പിടിച്ചെടുത്ത തൊണ്ടി മുതൽ വിട്ടുതരാൻ പറ്റില്ല കേസ് കഴിയുന്നവരെ എന്ന് പറഞ്ഞ് തള്ളിയിരിക്കുകയാണ്. പിന്നെ ED ഒരു ഉത്തരവാദിത്തപ്പെട്ട അന്വേഷണ ഏജൻസിയാണ്. അവര് ഒരു റിപ്പോർട്ട് കോടതിയിൽ കൊടുക്കുമ്പോൾ അവരെടുത്ത് രേഖകളും തെളിവുകളും ഉണ്ടാവില്ലേ? ധർമ്മരാജൻ വന്നിട്ട് ഇത് എന്റെ പൈസ, ധർമ്മരാജന്റെ പരാതിയിൽ എത്ര രൂപ പോയി എന്നായിരുന്നു ധർമ്മരാജന്റെ പരാതി? എന്നിട്ട് പോലീസ് കണ്ടെത്തിയത് എത്രയായിരുന്നു? ധർമ്മരാജന്റെ ആദ്യത്തെ 161 സ്റ്റേറ്റ്മെന്റിൽ, സംഭവം നടന്ന് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം കൊടുത്ത 161 സ്റ്റേറ്റ്മെന്റിൽ 3 ചില്ലാനം കോടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കേരളത്തിലെ ചാനലുകൾ പുറത്തുവിട്ട മൊഴിയാണ്. താങ്കൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ അത് സംഘടിപ്പിച്ച് അയച്ചു തരാം, എന്റെ കൈവശമില്ല. അതിൽ കൃത്യമായി ആദ്യ മൊഴിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് 3 ചില്ലാനം കോടിയാണ് എന്ന്. അതിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മാനേജർ 25 ലക്ഷം എന്ന് പറഞ്ഞതിനും അദ്ദേഹം കാരണം പറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ മൊഴി ഇപ്പൊ എന്റെ കൈവശമില്ല, ഞാൻ അവനോട് 25 ലക്ഷമേ ഉള്ളൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ, വാഹനത്തിന്റെ ഉള്ളിൽ 25 ലക്ഷമാണ് ഉള്ളത് ബാഗിൽ എന്നാണ് അവനോട് പറഞ്ഞത്. അവനത്രേ അറിയുള്ളൂ, കാരണം ഇത്രയും വലിയ പൈസയുണ്ട് എന്ന് അവനോട് പറയണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. അവൻ പോയിട്ട് 25 ലക്ഷം പറഞ്ഞിട്ട് പരാതി കൊടുത്തു. അവൻ പറയുന്നുണ്ട് ഇത് ധർമ്മരാജൻ തന്ന പൈസയാണെന്ന്. അവൻ പറയുന്നത് BJP-യുടെ പേരൊന്നല്ല, ധർമ്മരാജൻ തന്നയച്ച പൈസയാണെന്നാ പറഞ്ഞത്. ധർമ്മരാജന്റെ ആദ്യത്തെ 161 സ്റ്റേറ്റ്മെന്റ് കിട്ടുമെങ്കിൽ ഒന്ന് സംഘടിപ്പിച്ചോളൂ, എന്റെ അടുത്ത് ഞാൻ സംഘടിപ്പിച്ച് വേണേ അയച്ചു തരാം. അതിൽ പറഞ്ഞത് 3 ചില്ലാനം കോടി, സംഭവം നടന്ന് മൂന്നാമത്തെ ദിവസവും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കൊടുത്ത മൊഴിയാണ്. അദ്ദേഹം പറഞ്ഞത് 3 ചില്ലാനം കോടി എന്ന്. അത് ഇവിടുത്തെ ചാനലൊക്കെ കാണിച്ച മൊഴിയാ. ശരി, ആദ്യ മൊഴിക്ക് ശേഷം അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ എന്താണ് കണ്ടെത്തൽ? 41.48 കോടി രൂപ കേരളത്തിലേക്ക് എത്തിച്ചു. CPM എന്ന് പറയുമ്പോൾ അല്ലല്ല, CPM എന്ന് പറയുമ്പോൾ തിരൂർ സതീശും CPM ആണോ? തിരൂർ സതീശ് 4 കൊല്ലം എവിടെയായിരുന്നു? 2001-ലല്ലേ സംഭവം നടന്നത്, 21-ലല്ലേ സംഭവം നടന്നത്. ഇദ്ദേഹം 3.5-4 വർഷം 4 കൊല്ലത്തിന് ശേഷം ഒരു സത്യം വെളിപ്പെടുത്താൻ അവർ തീരുമാനിച്ചാൽ അത് സത്യമല്ല.
ഇനി 4 വർഷത്തിന് ശേഷം ഒരു സത്യം അത് വെളിപ്പെടുത്തുന്ന സത്യമല്ല. ഒരാളുടെ മൊഴി അത് ED വേറെ ചില എടുക്കുകയുമില്ല. താല്പര്യങ്ങൾക്ക് അങ്ങനെയുമാണോ? വേണ്ടി, നാല് അത് വേറെ വർഷങ്ങൾക്ക് ചില ശേഷം ഒരാൾ താല്പര്യങ്ങൾക്ക് വേണ്ടി, 4 വർഷങ്ങൾക്ക് ശേഷം ഒരാൾ മൊഴി രേഖപ്പെടുത്തിയാൽ, ഒരാൾ താല്പര്യങ്ങൾക്ക് വെളിപ്പെടുത്തൽ വേണ്ടി നടത്തിയാൽ പലതും വിളിച്ച് അയാളുടെ മൊഴി പറയുന്നതാണ്. ED എടുക്കില്ല അതൊക്കെ എന്ന് കൂടിയാണോ? താല്പര്യങ്ങളാണെന്ന്. ഒന്ന് ചോദ്യം കേൾക്കൂ ശ്രീ പത്മനാഭൻ. താല്പര്യങ്ങളാണെന്ന്. അതൊക്കെ വേറെ ചില സമ്മർദ്ദങ്ങൾക്കും വേറെ ചില താല്പര്യങ്ങൾക്കും ഒക്കെ അല്ല, വിധേയമാണ്. അതൊക്കെ എങ്ങനെ ED ഗണിച്ചു നോക്കിയിട്ടാണോ തീരുമാനിക്കുന്നത്? താല്പര്യങ്ങൾക്ക് എന്താണ് വിധേയനായി ED മൊഴിയെടുക്കാത്തത്? എന്തുകൊണ്ട് ED തിരു സതീശിന്റെ മൊഴിയെടുത്തില്ല? കാര്യം EDയോട് ചോദിക്കണം. അങ്ങനെ പറയരുത്. EDയുടെ കാര്യം EDയുടെ കാര്യം നിങ്ങളോടാണ് ചോദിക്കേണ്ടത്. EDയുടെ കാര്യം നിങ്ങളോട് മാത്രമേ ചോദിക്കാൻ ഞങ്ങളോട് പറ്റൂ. ചോദിക്കാൻ പറ്റില്ല. ED BJPയുടെ ഒരു മോർച്ചയല്ല, യുവമോർച്ചയോ അല്ലെങ്കിൽ മഹിളാ മോർച്ചയോ പോലെയൊന്നും അല്ല. കേന്ദ്ര ED സർക്കാരിന്റെ ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. ED ഒരു സ്വതന്ത്ര ഏജൻസിയാണ്. സ്വതന്ത്ര ഏജൻസിയല്ല. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, സംഘടനാ സെക്രട്ടറി M. ഗണേശൻ, ഓഫീസ് സെക്രട്ടറി ഗിരീശൻ നായർ എന്നിവർ കള്ളപ്പണം കൈകാര്യം ചെയ്തു എന്ന കേസ് EDയിലേക്ക് എത്തുമ്പോൾ അതൊരു ഹൈവേ കവർച്ചയായി മാത്രം അന്വേഷണത്തിലേക്ക് പോകുന്നു. അതെങ്ങനെയാണ്? തെളിവില്ല. ആ കുറ്റപത്രത്തിൽ ഒരു തെളിവുമില്ല. തെളിവില്ല എന്ന് പറഞ്ഞാൽ തെളിവ് അന്വേഷിക്കണ്ടേ? കുറ്റപത്രം വായിച്ചതാ. അല്ലല്ല, ED എന്ത് അന്വേഷണം നടത്തിയെന്നാണ്? പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രത്തിന്റെ കാര്യമാണ് പറയുന്നത്. ബൈ ക്രൈംബ്രാഞ്ച്. അതിൽ BJPയുടെ പൈസയാണ് BJPയെ ബന്ധിപ്പിക്കാൻ BJPയുടെ അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചതായി കാണില്ല. BJPയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇത്രയും പൈസ വന്നതായി കാണില്ല. BJP കൊടുത്തയച്ചതിന് ഒരു തെളിവുമില്ല. CCTV പരിശോധിച്ചല്ലോ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ. എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. CCTVയിൽ ടാമ്പർ ചെയ്തിട്ടില്ല എന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞു. ദർ ഈസ് നോ ടാമ്പറിംഗ് ഇൻ CCTV എന്ന് ക്രൈംബ്രാഞ്ച് പറഞ്ഞില്ല. എന്നിട്ടും ഈ പറഞ്ഞ പോലെ ധർമ്മരാജ് അവിടെ വരുന്നതോ പോകുന്നതോ ഒന്നും കിട്ടിയില്ലല്ലോ. ടാമ്പർ ചെയ്തിട്ടില്ല CCTV എന്നാണ് ക്രൈംബ്രാഞ്ച് പറഞ്ഞത്. ടാമ്പർ ചെയ്യാത്ത CCTV എന്ന് പോലും BJP ജില്ലാ കമ്മിറ്റി ഓഫീസിന് കിട്ടിയ ഒരു തെളിവില്ല. ഇതൊക്കെ വെറുതെ ഇത് ക്രിമിനൽ പണ്ടൊരു ഒരു നോവലിസ്റ്റ്, മലയാള നോവലിസ്റ്റ്, അതുപോലെ ഈ കുറ്റാന്വേഷണ കഥകൾ എഴുതുന്ന പോലെ കുറ്റപത്രം എഴുതിയിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ EDയുടെ കുറ്റപത്രവും പണം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിട്ടില്ല. കോടതി തീരുമാനിച്ചോട്ടെ. ഇതൊക്കെ കോടതിയിലല്ലേ? അല്ല, കോടതിയിലേക്ക് എത്തും. കോടതിയിലേക്ക് എത്തും. ഞാനും അല്ലേ കോടതിയിലേക്ക് എത്തിയതിന്റെ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ പത്മനാഭൻ, മോദി സർക്കാരിന്റെ കാലത്ത് ഒന്ന് കേൾക്കൂ, ഇങ്ങനെ പറഞ്ഞു പോവല്ലേ, ഒന്ന് കേൾക്കൂ. ജില്ലാ ജഡ്ജ് ഞാൻ പറയുന്നത് കേൾക്കൂ. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഉത്തരം പറയാം. ഞാൻ ഉത്തരം പറഞ്ഞുകൊണ്ട് അതിനിടയിൽ കൂടി ഇങ്ങനെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റ് കോടതിയും EDയുടെ എക്കണോമിക് ഒഫൻസസ് കോടതിയുണ്ട് എറണാകുളത്തെ. അവിടെ ഒരു ജില്ലാ ജഡ്ജാണ് ഇരിക്കുന്നത്. അവര് തീരുമാനിക്കട്ടെ. തീരുമാനിക്കാൻ പോകുന്നതെന്നറിയോ? ED പറയുന്നതാണോ ശരി, അതല്ല ക്രൈംബ്രാഞ്ച് പറയുന്നതാണോ ശരി എന്ന് കോടതി തീരുമാനിക്കട്ടെ. തീരുമാനിക്കട്ടെ. ED പറയുന്നതാണോ ശരി, അതല്ല ക്രൈംബ്രാഞ്ച് പറയുന്നതാണോ ശരി എന്ന് ED തീരുമാനിക്കട്ടെ. അല്ല, കോടതി തീരുമാനിക്കട്ടെ. തർക്കിക്കാനില്ല. അല്ല, ഞാൻ പറയാം, കോടതി തീരുമാനിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കാലത്ത് 193 കേസുകൾ ED എടുത്തു. പ്രതിപക്ഷത്തെ വിചാരണയായിട്ടില്ല. ഡൽഹിയിൽ നടന്ന കാര്യവും ബോംബെയിൽ നടന്ന കാര്യവും ഇവിടെ പറയണ്ട. ഒരു കേരളത്തിലെ ED അല്ല, കേന്ദ്ര ഏജൻസിയാണ്. ഒന്ന് കേൾക്കൂ. 193 കേസുകൾ പ്രതിപക്ഷത്തെ നേതാക്കൾക്കെതിരെ ED എടുക്കുന്നു. അല്ലെ, 2 കേസുകളാണ് ശിക്ഷിക്കപ്പെട്ടത്. 2 കേസുകളാണ് ശിക്ഷിക്കപ്പെട്ടത്. അതാണ് നിങ്ങളുടെ ED. അരവിന്ദ് കെജ്രിവാൾ. ശരി, അടുത്ത ഷിബു മീരാൻ. ഇതൊരു നല്ല തന്ത്രമാണ്. ഇങ്ങനെ പറഞ്ഞു പോവുക, ഫുൾ സ്റ്റോപ്പ് ഇടാതെ പറഞ്ഞു പോവുക. EDക്ക് ഒരു ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.